കുറിച്യ കലാപം 1812. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി 1812 മാർച്ച് 25 വയനാട്ടിൽ ആരംഭിച്ച ഗോത്ര കലാപമാണ് കുറിച്യ കലാപം. കുറിച്യ, കുറുമ്പ ഗോത്രങ്ങൾ പങ്കെടുത്ത കലാപം 1812 മെയ് 8 ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാന ഏടായി അത് മാറി. കലാപത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങൾ: ഗോത്രവർഗക്കാർ പഴശ്ശി സമരത്തിൽ പഴശ്ശി രാജയ്ക്ക് നൽകിയ പിന്തുണ, പരമ്പരാഗത രീതിയിൽ വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ടു കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചു, ബ്രിട്ടീഷുകാർ കുറിച്യരുടെയും കുറുമ്പന്മാരുടെയും മുകളിൽ ഭാരിച്ച നികുതി ചുമത്തി, നികുതിയായി സാധനങ്ങൾക്ക് പകരം പണം ഈടാക്കുന്ന ബ്രിട്ടീഷ് നയം അടിച്ചേൽപ്പിച്ചു. നേതാക്കൾ: കുറിച്യ കലാപത്തിന്റെ പ്രധാന നേതാവായിരുന്നു രാമമൂപ്പൻ എന്നും അറിയപ്പെട്ട രാമനമ്പി. വെൺകലോൻ കേളു, പൂരിക്കാവീട്ടിൽ കാനേരി കുഞ്ഞൻ, ആയിരം വീട്ടിൽ കോന്തപ്പൻ, മാസിലോട്ടാടൻ യാമു എന്നിവരായിരുന്നു കുറിച്യ കലാപത്തിന്റെ പ്രധാന നേതാക്കൾ.